അപ്പൊ ഗൈസ് ആന ഞങ്ങളെ വിട്ട് പോവാണ്. പോടി, ആന ഇനി വ്ളോഗിൽ ഉണ്ടാവത്തില്ല ഗൈസ്. ആന വ്ളോഗിൽ ഉണ്ടാകത്തില്ല. നമ്മളത് കരഞ്ഞിട്ടല്ല പറയേണ്ടത്, നമ്മൾ ചിരിച്ചിട്ടാണ് പറയേണ്ടത്. ആന ഇനി വ്ളോഗിൽ ഉണ്ടാകത്തില്ല. വെട്ടി പ്രമാണം എല്ലാവരും പഠിക്കാൻ പോകുന്നു. എവിടെ? ബാംഗ്ലൂരിൽ. നശിച്ച് അവിടെ എത്ര അവിടത്തെ ബുദ്ധിയൊക്കെ ഇങ്ങനെ കാണിച്ചായി. അവിടെ എത്തിയിട്ട് വരുമ്പോ എന്താവോ എന്തോ. ഇവൻ ബാംഗ്ലൂർ ആനീനെ കാണാൻ പോണ്ടേ? എന്റെ സമയമായിരിക്കുന്നു. വരാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാൻ കേട്ടോ. ഇല്ല നീ പോരണ്ട. നീ നിങ്ങൾ വരാതെ ഇരിക്കരുത്. വരുന്നില്ല, നീ പോ. ശരി എന്നാ ബൈ. സങ്കടമായെന്ന് തോന്നേട്ടാ എനിക്ക്. ഞാൻ പഠിക്കാനാണേ പോണത്, ചുമ്മാ പോണല്ലോ പഠിക്കാൻ. വരുമ്പോ എന്താ കൊണ്ടുവരാൻ? ഞങ്ങൾ നിനക്ക് ഗോവയിൽ എന്തൊക്കെയാ കൊണ്ടുപോകും? ഒരു 10,000 അയച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടാ. ആനി പോയിട്ട് നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ വരണം കേട്ടോ. ഞങ്ങൾ നിന്നെ നല്ല രീതിയിൽ മിസ് ചെയ്യും. നല്ല വിഷമമുണ്ട് കേട്ടോ ആനി. പോയിട്ടോ. എന്തോന്ന് നീ ചുമ്മാ കിടക്കല്ലേ? ഞാൻ പോകുന്നതിന്റെ കൂടെ നീ ഫോണും കൊണ്ടുവന്നേ. ട്രെയിൻ പോലും എടുത്തില്ല. ഇതൊന്നും ട്രെയിൻ പോലും എടുത്തില്ല. ട്രെയിൻ എടുത്തിട്ട് 15 മിനിറ്റ് ആയുള്ളൂ. ഇത് നോക്ക്, ഇവിടെ കിടന്നായി. എല്ലാരും ഉറങ്ങിയായി. ഉച്ചയായി. ഉച്ചക്ക് കിടന്നൊക്കെ ഉറങ്ങുന്നത്. അപ്പൊ ഞാനും പോയി കിടന്നുറങ്ങട്ടെ. ബൈ. ഞാൻ ബാംഗ്ലൂരിൽ അടിച്ചു പൊളിക്കണല്ലോ. അപ്പൊ ഞങ്ങൾ മാത്രം എന്ത് വീട്ടിൽ ഇരിക്കാന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് നമ്മൾ അടിച്ചു പൊളിക്കാം. നമ്മൾക്ക് എവിടെയാണെന്നറിയോ? നമ്മൾ ട്രിവാൻഡ്രത്തുനിന്നല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തിന് ഡയറക്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ വരാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ക്യൂവിൽ ഒന്നും നിൽക്കണ്ട. നമ്മൾ കയറി പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടി നമ്മൾ അകത്ത് കയറി വന്നു. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. എല്ലാവരും അവിടെ ക്യൂവിൽ നിന്ന്. നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോകുന്നത്. എവിടെയാ ഫുഡ് കഴിക്കാൻ പോകുന്നത്? രാമേശ്വരം കഫേയിലാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ. നമ്മൾ ഇവിടെ വന്നിട്ട് അവിടെ പോയില്ലെങ്കിൽ അത് വല്ലാത്ത നഷ്ടമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി. അതെ, എപ്പോ വന്നാലും പോവും. വമ്പ എക്സൈറ്റിംഗ് ഗൈസ്. നമ്മൾ ഇതിലുള്ള എല്ലാ ടഫ് റൈഡ്സ് എല്ലാം ഇന്ന് കയറുന്നതാണ്. എയർ റൈസിലാണ് കയറാൻ പോകുന്നത്. കുറെ സമയമായി ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഫുഡ് വരുന്നില്ല. ഒരുപാട് ആൾക്കാര് സെർവ് ചെയ്യാൻ വേണ്ടിട്ട് ഇവരെല്ലാരും വെയിറ്റ് ചെയ്തിരുന്നത്. ഇതെന്ത് ഗാർലിക്കാണല്ലോ? അല്ല, പൊടി ദോശ. വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നത്. ഭയങ്കര കയ്പില്ല. എത്ര കയ്പുള്ള കോഫി കുടിച്ചിട്ടില്ല. സീൻ റൈഡ് ആയിരുന്നു കേട്ടോ. തിരിച്ച് മറിച്ചിട്ട് കുത്തിയെടുത്താണ്. ഒന്നും തോന്നുന്നില്ല. പക്ഷേ റെഡ് ബുൾ അടുത്ത കുടിച്ചോണ്ടില്ലേ? റെഡ് ബുൾ തൊണ്ടയുടെ മുകളിൽ വരെ വന്നിട്ട് തിരിച്ചു പോയി. അടുത്ത റൈഡ് മാവറിക്. ബാംഗ്ലൂർ ശരിക്കും നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡിക്കാണ് വന്നത്. നമ്മൾ എവിടെയാ പോകുന്നെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും പർച്ചേസ് ചെയ്താന്ന് ആലോചിക്കുന്നു. ഷോപ്പിങ്ങിന് പോയാലോ എന്ന് ആലോചിക്കുന്നു. ഫസ്റ്റ് വണ്ടർലേന്ന് പറഞ്ഞാൽ വണ്ടർലേന്ന് കേട്ടോ. നമ്മൾ തുണി എടുത്തിങ്ങനെ മലക്കിട്ട് അടിക്കുമല്ലേ, അതുപോലെ ഇട്ട് അടിച്ച് ഈന സാധനം കഥ ഇറങ്ങണേ. അത് സ്വന്തമായിട്ടുള്ളൊരു ഗോളായിരുന്നു. എനിക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നുന്നു. വിഷ്വലായിരുന്നു. നോ റിയാക്ഷൻ ഇട്ടാണ് ഇങ്ങനെ കണ്ടുവരുന്നത്. ഒന്ന് കഴുത്ത് വിളിക്കാൻ. സബ്രീന ബോയ് ഫ്രണ്ട് മെറ്റീരിയലാണോ? ഇല്ലേ, അമ്മ പറഞ്ഞു സബ്രീന
എന്നിട്ട് നമ്മൾ കാർ ഓടിക്കാൻ പോകും. ഇതിൽ ഇടിച്ചാൽ സീനില്ല. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ 6 പേർക്ക് കിടക്കാം. 6 ലോക്കർ ഉണ്ട്. ഇത് സബ്രീനയുടെയോ? അപ്പൊ ഇത് 2 എന്റേതാ? ഇത് 2ഓ? നമ്മളടുത്ത് ഫ്രീ സ്റ്റൈലിൽ കയറാൻ പോയി. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. നമ്മൾ വെളിയിൽ പോകാൻ വേണ്ടിട്ട് റെഡിയായി. ഞാൻ മാത്രല്ല, ഇവിടെ എല്ലാരും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെളിയിൽ പോയാലോ? നമ്മൾ ഇത് അറിഞ്ഞ് ആ 3 എണ്ണം ആ ബോക്സിന് അപ്പുറത്ത് വീഴ്ത്തിയല്ലേ, നമുക്ക് ഈ സാധനം കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയാലോ. പബ്ജി മാസ്റ്റർ പറയാതിരിക്കുകയും ചെയ്യണം. ഓ, ഒരെണ്ണം കിട്ടി. വീഡിയോ കിട്ടിയില്ല. അതാണ് കിട്ടി നമുക്ക്. സുന്ദരിയാണ്. ഞാൻ ശരിക്കും വെറൈറ്റി ട്രൈ ചെയ്തതാ. കണ്ടിട്ട് ആരും വിചാരിക്കും ബാംഗ്ലൂരിൽ ആനി എന്തിനാ പോയെന്ന്. ആനി പഠിക്കാനാ വന്നത്. ഇപ്പോഴും പറയാം. അങ്ങനെ ലാൻഡ് റൈഡ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ടയർഡ്. നമ്മൾ രാവിലെയും കഴിച്ചില്ല. നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വണ്ടർലിടാത്ത തന്നെ കഴിക്കുന്നത്. നമ്മൾ മുന്നേ വണ്ടർലിൽ വന്നപ്പോ ഇല്ലേ സാധാരണ ഹോട്ടലായിരുന്നു. ഇപ്പൊ വന്നപ്പോ AC പ്രീമിയം ഹോട്ടൽ. കണ്ട, വിന്റേജ് കിച്ചൺ. എനിക്ക് ഇഷ്ടമായിട്ടില്ല. കുടിക്കടി. ശരിക്കും പറഞ്ഞാൽ ഇത് കൊള്ളൂല. ഇതിന്റെ ടേസ്റ്റ് പോരാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ. നമ്മൾ ബൊഫയാണ് കഴിക്കാൻ പോകുന്നത്. നല്ല ടയേർഡ് ആയിരിക്കുന്നതുകൊണ്ട് എല്ലാത്തിനും നല്ല രീതിയിൽ കഴിക്കാൻ നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്. കണ്ട, ഞാനില്ല ഇവിടെ നിറയെ ബൊഫ ഉണ്ടാവും. ഞാൻ ആദ്യം കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കുറച്ചെടുക്കാന്ന് വിചാരിച്ചു. ഇതാണ് കുറച്ച്. നമ്മളിപ്പോ പോകുന്നത് ഡ്രസ്സ് മേടിക്കാനാണ്. എന്താ ഡ്രസ്സ് മേടിക്കാനാ? ജാക്കറ്റ്. ഇവിടെ മഴയാണ്. അപ്രതീക്ഷിതമായി മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യുന്നത് ഇവിടെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 7 ദിവസം ഉണ്ടല്ലോ. 7 ദിവസം ഇടാൻ വേണ്ടി ഇസ്തറ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടാന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാരും നോക്കുന്നു. എന്തിനാ നോക്കുന്നത് ഇങ്ങനെ? നമ്മളിപ്പോ ചേർച്ച് സ്ട്രീറ്റിലുള്ള ഇവിടെ ഞാൻ ചീപ്പ് റേറ്റിന് ഡ്രസ്സസ് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. നല്ലോണം തപ്പേലേ കിട്ടത്തുള്ളൂ. ചുമ്മാ നമ്മൾ ഓടിപ്പോയാൽ ഒന്നും കിട്ടത്തില്ല. ആണ് ജിഗി, ഒന്നും കിട്ടുന്നില്ല. ശരിക്കും ഒന്നും കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു ബാംഗ്ലൂരൊക്കെ ഷോപ്പിങ്ങിന് വന്നിട്ട് എല്ലാം പോയി. പക്ഷെ ഈ മോള് കൊള്ളാം. നല്ല മോള്. ഇത് അവിടെ ഉണ്ട് മോള്. നൈസ് ഫുഡായിരുന്നു കേട്ടോ. ഇത്രയും നല്ല വെയിലത്തിരുന്നിട്ട് നല്ല ഫുഡ് AC-ലിരുന്ന് കഴിച്ച് നല്ല റിഫ്രഷ്മെന്റ് ആയി. ഇനി നമുക്ക് വാട്ടർ റൈഡിലോട്ട് പോയി കുറച്ച് തണുത്താല. എവിടെയോ കണ്ട പരിചയം. എന്നെ കണ്ടിട്ട് എന്നെ പോലെ ഇല്ല. വെറൈറ്റി ഉണ്ടോ? ബാംഗ്ലൂർ എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഡ്രസ് ഇടാൻ പറ്റും. ഇവരെതൊക്കെ കണ്ടില്ല. എല്ലാരും ഭംഗിയുണ്ട് എന്നെ പോലെ. ഈ ട്രെയിന് കൊള്ളാം. ഇതിൽ കയറിയാലേ എന്നിട്ട് പൂളിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോയി കയറിയാലോ. മുന്നേ വന്നോണ്ടാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ വന്നപ്പോ ഒന്നും ഇല്ലാത്തതുപോലെ. നമ്മളിവിടെ കുത്തിയിരിക്കുന്നത്. എന്തിനാ ഇവിടെ കുത്തിയിരിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞ അറിയത്തില്ല. കുത്തിയിരുന്നിട്ട് 9 മണിയാകുമ്പോ റൂമിൽ പോണം. അതാണ് ഇവിടത്തെ പ്ലാൻ. അല്ലാണ്ട് ഇവിടെ എന്ത് ചെയ്യാനാ? വാട്ടർ റൈഡ് പോണതിന് മുമ്പ് ഈ സാധനം വാങ്ങിച്ചാ ഫോൺ നനയൂല. സൂപ്പർ സാധനം ഗൈസ്. യൂസ് ചെയ്യാൻ പറ്റും. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അടുത്ത റൈഡിനോട്ട് പോകും. വാട്ടർ റൈഡ് ഫസ്റ്റ് വാട്ടർ.
നമ്മളാണെങ്കിൽ ഡിന്നറിന് പീച്ച മേടിക്കുന്നത്. ഇതെന്ത് പീച്ച? ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഒരു ഈസ്തറ്റിക് കഫേ അല്ലേ? അവിടെ ഓപ്പൺ ആക്കിയപ്പില്ല. ആദ്യം ഞാനാണ് വന്നത്. നോക്കിയപ്പോ ലാസ്റ്റ് ഞാൻ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നോണ്ടിരിക്കും. എല്ലാരും സൈഡിലും മിന്നൽ പോലെ പോകുന്നു എല്ലാരും. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് പകുതിയിൽ ഇങ്ങനെ തൊട്ടടുത്ത് വന്നില്ല എന്നാണ് എനിക്ക് അറിയുന്നത്. വെയിറ്റ് ഉണ്ടെങ്കിൽ ഒരു 100 കിലോ ഉള്ള ഒരാളുണ്ടെങ്കിൽ ആടി പൊത്തുണ്ടായിരുന്നു. ഗൈസ്, വാവയ്ക്കില്ലേ ഷിൻചാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവന് വേണ്ടി ഷിൻചാൻ്റെ കീച്ചൻ മേടിച്ച്, അതാകുമ്പോൾ അവന് സ്കൂളിൽ ഇട്ടോണ്ട് പോകാമല്ലോ. കൊള്ളല്ലേ? ശരിക്കും പറഞ്ഞാൽ വേറെ കുറച്ചുണ്ട്, പക്ഷെ ഇത് മേടിച്ചാൽ അവൻ എവിടെ കൊണ്ട് വെക്കാനാ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് മേടിക്കാന്ന്. ഇതാകുമ്പോൾ യൂസ്ഫുൾ ആണല്ലോ. എങ്ങനെ? നമ്മളാണെങ്കിൽ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ? വൈബ്രന്റ് മെറ്റീരിയൽ. ഞാൻ തന്നെ ബാക്കിലാണ് പോകുന്നത്. വാട്ടർ റൈഡ് കുറെ കിട്ടുന്ന റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവൻ്റെ ഫോൺ എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ അടുത്ത് വേവ് പൂളിൽ പോകാൻ പോകണം. അതാ കിടിലാണ്. എന്റെ നട്ടിൽ പോയെന്നൊക്കെ കുത്തനയിൽ കൊണ്ടിട്ടോ. പക്ഷെ കിടില വരുന്നിട്ട് സൂപ്പർ സാധനം അത് അതിനെ കൊണ്ടുപോയി എല്ലാരും കൂടെ. നമ്മള് വണ്ടറിൽ നമ്മളെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഇപ്പൊ നടക്കുന്നത് ഭയങ്കര മത്സരമാണ്. ആരൊക്കെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം. പക്ഷെ വൈബുണ്ട്, ഒന്നും വൈബുണ്ട്. എന്റെ അല്ല ഗോളി കൊടുത്തിട്ട് ശരിക്കും എന്തോ പ്രശ്നം. ഇവിടെ നിൽക്കുന്നില്ല. എനിക്ക് ഇവിടെ ഞാൻ പറയട്ടെ, ഈ പിള്ളേരുടെ എല്ലാം ഭയങ്കര ആഗ്രഹമാണ്. പിള്ളേരെല്ലാം ചാനലിൽ കാണിക്കണമെന്ന്. അപ്പൊ എല്ലാരും കാണിച്ചിട്ടുണ്ട്. ബൈ. വണ്ടർല തന്നെ ഗൈസ്. നിങ്ങൾ വണ്ടർല വരാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ കിട്ടില്ലെങ്കിൽ ഓഫേഴ്സ് ഒക്കെ ഇവർ ഇടുന്നുണ്ട്. നമുക്ക് നേരത്തെ നിങ്ങൾ നോക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിംഗ് എല്ലാം കിടില ബുക്കിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ആണോ സ്പെഷ്യൽ ഡേയ്സ് എന്താണോ നിങ്ങൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ കിട്ടും. പിന്നെ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ അതിനേക്കാൾ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിലായിരിക്കും കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യുക, വണ്ടർലയിൽ വരും. അടിച്ച് പൊളിക്കാൻ പറ്റും ഗൈസ്. കിടില പുതിയ റൈഡുകളൊക്കെ വന്നു ഇവിടെ. മാസ്. ഇത് ഏറ്റവും മിസ്സാകാൻ പോകുന്നത് എന്താ അറിയാമോ? ആനി. നമ്മളില്ലേ ആദ്യം വിചാരിച്ചു നിറയെ റൈഡിലേക്ക് വന്ന് പഠിച്ച് പൊളിക്കാൻ വെച്ചു. റൈഡെല്ലാം കഴിഞ്ഞപ്പോൾ വാട്ടർ റൈഡ് അതിനേക്കാൾ അടിപൊളിയായിരുന്നു. ഹാപ്പി ആയി ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയത്ത്. ഇന്നാണെങ്കിൽ നമ്മൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഇതും ഇതിന്റെ ബാഗിനകത്ത് ഇരിപ്പുണ്ട്. എന്തൊക്കെയാ മേടിച്ചു? ഞാൻ അവരുടെ താരത്തൊന്നും ചോദിച്ചില്ല എന്താ വേണ്ടെന്നുള്ളത്. എനിക്ക് തോന്നിയ സാധനങ്ങൾ ഞാൻ മേടിച്ചു. Try to guess my channel subscribers. Count. I'll guess 15,000. 15,000. Yes. CHA. TT. AM. This one. First one. Shut up, please. Okay. എനിക്ക് റിയാക്ഷൻ കിട്ടണം. What the fuck? She has got 6.25 million. Yes. Let's give a high five on that. അപ്പൊ ഇന്ന് ഡേ 4 നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എഴുന്നേറ്റത് ഇപ്പൊ റെഡിയായി വെളിയിൽ പോകുന്നത് 2:30. നമ്മൾ എഴുന്നേറ്റത് 1 മണിക്ക്. കാരണം ഇന്നലെ രാത്രി പണിയെടുക്കാറുണ്ടായിരുന്നു. പണിയെടുത്തിട്ട് പയ്യെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ പോകുന്നു. നമ്മൾ എവിടെയാ പോകുന്നത്?
ബിരിയാണി കഴിക്കാൻ. ഗൈസ്, ഇവിടുത്തെ ഹൈപ്പുള്ള ഫുഡാണ് മേഘ്ന ബിരിയാണി. അപ്പം നമ്മൾ ഇന്ന് അതാണ് ഇപ്പം കഴിക്കാൻ പോകുന്നത്. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. നല്ലൊരു ബിരിയാണി കഴിക്കാനൊരു മൂഡ്. അപ്പം നമുക്ക് പോയി ബിരിയാണി കഴിച്ചാലോ. നല്ല മണമുണ്ട്, നല്ല മണം.